ശ്രീ ബി ജയരാജ്, CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമായോ? ഇതിനു മുമ്പ് ഒരു സർക്കാരിൻ്റെ കാര്യത്തിലും നേരത്തെ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ഒരു പരിപാടി CPM-നില്ല. ആദ്യമേ അതുകൊണ്ട് തന്നെ ഒരു സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. അതുകൊണ്ട് ആ ചോദ്യം തന്നെ തെറ്റാണ്, തെറ്റെന്ന് തന്നെ പറയുന്നു. ഒരു നിമിഷം, സമ്മേളനത്തിന്റെ അവസാനം ആര് നയിക്കണമെന്ന് തീരുമാനിക്കും. ശ്രീ ബി ജയരാജ്, ഒരു നിമിഷം. സമ്മേളനത്തിന്റെ അവസാനം MP ഗോവിന്ദന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന നിരവധി വാക്കുകളിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞു വയ്ക്കുന്നത്. ഞാനത് വായിക്കാം. അതായത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പിണറായി വിജയൻ നയിക്കുന്ന മൂന്നാം സർക്കാരിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത്, CPM എന്ന പാർട്ടിക്ക് എപ്പോഴാണ് ഇത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമാകാൻ കഴിഞ്ഞത് എന്നുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഇപ്പോൾ ഓൾറെഡി റൂൾ ചെയ്യുന്ന പിണറായി വിജയനാണല്ലോ. ഇലക്ഷനെ നേരിടണമെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കണമല്ലോ നേരിടുന്നത്. മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യം അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണക്കാർക്ക് കേട്ടാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പിണറായി വിജയൻ നയിക്കുന്ന മൂന്നാം സർക്കാരിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ സാധാരണക്കാർ എന്താണ് വിചാരിക്കുന്നത്? സാധാരണ നയിക്കുക എന്ന് പറയുന്നത് പ്രധാനമായി ഒരു സ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. പിണറായി വിജയൻ അല്ലാതെ വേറൊരാൾക്ക് നയിക്കാനുള്ള അങ്ങനെയല്ല. ഇപ്പൊ രാഷ്ട്രീയ VS നയിച്ചപ്പം VS ആണ് മുഖ്യമന്ത്രി ആയത്, പിണറായി അല്ലേ മുഖ്യമന്ത്രി ആയത്? കാരണം അന്ന് VS-നെ ഉപയോഗിക്കണമായിരുന്നു. VS-ന്റെ പേരില്ലായിരുന്നെങ്കിൽ പാർട്ടി കൂപ്പ് കുത്തുമായിരുന്നു. അതുകൊണ്ട് VS-നെ കരുവാക്കിയതാണ്. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം രോഹിണി, താങ്കളുടെ താല്പര്യപ്രകാരം താങ്കൾ വ്യാഖ്യാനിക്കുകയും എൻ്റെ താല്പര്യപ്രകാരം ഞാൻ സംസാരിക്കുകയും ചെയ്യും. അത് രണ്ട് വ്യത്യസ്ത ചേരികളാണ്. ഇപ്പോൾ രണ്ട് സമാന്തര രേഖകളാണ്. അതൊരിക്കലും ഒരുമിച്ച് പോകാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ കേൾക്കുക. 38,000-ലധികം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ വ്യക്തമായി നടത്തി. അതിനുശേഷം ഏതാണ്ട് 2,000-ലധികം ലോക്കൽ സമ്മേളനങ്ങളും 200-ലധികം ഏരിയ സമ്മേളനങ്ങളും 14-ലധികം ജില്ലാ സമ്മേളനങ്ങളും നടത്തിയതിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം എന്നുള്ള ഇതിലേക്ക് പോകുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടം. 2, ഈ ബ്രാഞ്ച് സമ്മേളനത്തിന് അത് തന്നെയുണ്ട്, ദേശീയ വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് വരുന്നത്. ഇതൊരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ് സെൻട്രൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പരാമർശിച്ച് പറയാത്തത്. ആരുമായിട്ട് ബന്ധം വേണം? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ സീതാറാം യെച്ചൂരിയാണെന്ന് സീതാറാം യെച്ചൂരിയുടെ മരണശേഷമെങ്കിലും പല കോൺഗ്രസ്സുകാർക്ക് സമ്മതിക്കേണ്ടി വന്നല്ലോ. അതുപോലെ സുർജിത്ത് ആയിരുന്നല്ലോ ഒന്നാം UPA സർക്കാരിൻ്റെ ശില്പികളിൽ പ്രധാനി എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് സംസാരിപ്പിച്ചത് എങ്ങനെയാണ്? ഒരുമിച്ച് കേന്ദ്രത്തിൽ നിൽക്കുകയും കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് കെജ്രിവാളിനെ ജയിലിലടച്ചതുപോലെ പിണറായി വിജയനെ ജയിലിലടയ്ക്കണമെന്ന് പറഞ്ഞ ആളല്ലേ രാഹുൽ ഗാന്ധി. അതിനല്ലേ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയൻ മറുപടി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ വിഷയം. പിന്നീട് ഈ സമ്മേളനത്തിൽ ചർച്ചയായത്, രണ്ടാം ഘട്ടമായിട്ട് ചർച്ചയായത് ഈ നയരേഖയാണ്. ഈ നയരേഖയിൽ കേന്ദ്രം നടപ്പിലാക്കുന്ന രീതിയിലല്ല ഇവിടെ ഓരോന്നിനും. നമ്മൾ വായ്പ എടുക്കുന്നതിന് പല പരിധികളുണ്ട്. ഞാനിപ്പോൾ ഒരു കട നടത്തുകയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കുറേ പണം വായ്പ എടുത്ത് കട നടത്തുന്നു. അതിൻ്റെ അർത്ഥം ആ വായ്പ തന്ന ആൾ എൻ്റെ കടക്കകത്ത് കയറിയിരുന്ന് കച്ചവടം ചെയ്യാൻ അനുവദിക്കുക എന്നല്ല. അതുകൊണ്ട് നമ്മൾ വായ്പകൾ സ്വീകരിക്കുമ്പോഴും സ്വകാര്യ മൂലധനം സ്വീകരിക്കുമ്പോഴും അതിന് കാണാ ചരടുകളില്ലാതെ, ചരടുകളില്ലാത്ത സംവിധാനങ്ങളെയാണ് മൂലധന ക്ഷണനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂലധനം ക്യാപിറ്റൽ മൂവ്മെൻ്റ് ഇല്ല. ദാസ് ക്യാപിറ്റൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് മൂലധനം, സ്വകാര്യ മൂലധനം തെറ്റാണെന്നൊന്നും എങ്ങും പറയുന്നില്ല. 1957 EMS സർക്കാരിൻ്റെ കാലം തൊട്ട് ഗ്വാളിയർ റൈൻസിനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ കമ്പനി നടത്തിയപ്പോഴും കോഴിക്കോട് നടത്തിയപ്പോഴും അതിനുശേഷം പിന്നെ ചാലിയാറിൽ വിഷം ഒഴുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്യുകയും കേരളത്തിൽ ഇത്തരത്തിലുള്ള ബിഗ് ഇൻഡസ്ട്രീസ് പറ്റത്തില്ലെന്ന് മനസ്സിലാവുകയും നമുക്ക് പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് മനസ്സിലാവുകയും അതിനുശേഷം ഒരു റൂമിനകത്ത് നടത്തുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമേ നമുക്ക് പ്രസക്തമുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ടപ്പുകളിലേക്ക് നമ്മൾ തിരിഞ്ഞത്. ആ സ്റ്റാർട്ടപ്പുകളിലാണ് യൂറോപ്യൻ യൂണിയൻ നടത്തിയതിനേക്കാളും 242% അധികം നമ്മൾ വളർച്ച ഉണ്ടാക്കിയെന്നും അത്രയധികം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഉണ്ടാക്കിയെന്നും ഗ്ലോബൽ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയെന്നും നമ്മൾ പറയുന്നത്. ഇത് പബ്ലിക് റിലേഷൻ വർക്ക് എന്നൊക്കെ കോൺഗ്രസ്സുകാർ ആക്ഷേപിച്ചെങ്കിലും വസ്തുതകളായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ
കൃത്യമായ കാര്യം മനസ്സിലാകും. പിന്നെ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചർച്ച ചെയ്തില്ലെന്നാണ് ഒരു ആരോപണമായിട്ട് പറഞ്ഞത്. ഗവൺമെൻറ് എന്തു ചെയ്തു എന്നുള്ളത് എല്ലാ വർഷവും കൃത്യമായി ഈ നയപരിപാടികൾ, അതായത് ഇതുണ്ടല്ലോ പ്രകടന പത്രികയിൽ പറയുന്നുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. ഈ ജൂലൈയിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ ഈ വർഷം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര ശതമാനം ഇനി ചെയ്യാനുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പിന്നീട് കനകോലുവിൻ്റെ സിദ്ധാന്തം പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ല എലക്ഷൻ ജയിക്കുന്നത്, വികാരങ്ങളാണ് എലക്ഷൻ ജയിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെയുള്ള ഉപദേശമാണ് കനകയോലി സിദ്ധാന്തം വഴി അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ഇമോഷണലി അതിനകത്ത് വീണ് കിടക്കുന്നവനെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കൊല്ലത്ത് തന്നെ, കൊല്ലം പട്ടണത്തിനകത്ത് തന്നെ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വന്ന ജയമോഹനേക്കാളും എത്രയോ മികച്ച നേതാക്കന്മാർ, എണ്ണി പറഞ്ഞു തരാൻ, പേരെടുത്ത് പറയാൻ പറ്റിയ എത്രയോ മികച്ച നേതാക്കന്മാർ കൊല്ലം സിറ്റിക്കകത്ത് തന്നെയുണ്ട്. അതിൽ നിന്ന് ഒരു നേതാവ് പോലും എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടില്ല. ഒരു നേതാവ് പോലും വന്നിട്ടില്ലെന്നാണ്. എല്ലാം വരുന്നത് പത്തനാപുരത്തു നിന്ന് വരും, കൊട്ടാരക്കരയിൽ നിന്ന് വരും, സബർബ്സിൽ നിന്നാണ് വരുന്നത്, റൂറൽ ഏരിയയിൽ നിന്നാണ് വരുന്നത്, ചാത്തന്നൂരിൽ നിന്ന് വരും. കൊല്ലം നഗരത്തിനുള്ളിൽ നിന്ന് ഒരു നേതാവ് പോലും കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതായത് ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള, പാർട്ടിയിൽ ആക്സസ് ഉള്ള ഒരാൾ പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി അടക്കുകയാണോ? അവരെല്ലാം അച്ചടക്കമുള്ള സഹാക്കളായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഓരോ സഹാക്കളെ വിലയിരുത്തൽ നടത്തുകയും വിമർശനം നടത്തുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്തിട്ടാണ് ഓരോ പാർട്ടി സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടി സമ്മേളനങ്ങളിനകത്ത് പിണറായിക്കെതിരെ വിമർശനം നടന്നോ, അതല്ലെങ്കിൽ എം.വി. ഗോവിന്ദനെതിരെ വിമർശനം നടന്നോ എന്നുള്ളത് അതിൽ പങ്കെടുത്ത പ്രതിനിധികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ആരും വിമർശനത്തിന് അതീതരല്ല. പ്രകാശ് കാരാട്ടിനെ അടക്കം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ അതിന് വിശദീകരണം കൊടുക്കും. ഈവൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ലോക്കൽ കമ്മിറ്റിയിൽ കുറച്ചുകൂടെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏരിയ കമ്മിറ്റിയിൽ കുറച്ചുകൂടെ കാലിക പ്രസക്തമായ പ്രത്യയശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങൾ വരും. ജില്ലാ കമ്മിറ്റിയിലാകുമ്പോൾ പ്രത്യയശാസ്ത്ര വ്യക്തതയെക്കുറിച്ചുള്ള ധാരണ വരും. അപ്പോഴാണല്ലോ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വിശദീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മാർക്സിസവും നിയോ മാർക്സിസവും തമ്മിലുള്ള വ്യത്യാസവും വിശദീകരിക്കേണ്ടി വരും. മാറിയ ലോക സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. അപ്പോൾ നമ്മൾ ശ്രീനിവാസൻ സിനിമയിൽ പറയുന്ന പോലെ പോളണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും നിങ്ങൾ പറയുമ്പോൾ ചെക്കസ്ലോവാക്യയിലേക്ക് പോകുന്നു, ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും നിങ്ങൾ യു.പിയിലോട്ട് പോകുന്നു, മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു, നിങ്ങളുടെ സംസ്ഥാനത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അല്ലാതെ ഇതിനകത്ത് നടക്കുന്ന വസ്തുതകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഏകശിലാരൂപമായ ഒരു പാർട്ടിയാണെന്നും ഒരു നേതാവിനെ. ശ്രീ ബി ജയരാജ്, പാർട്ടി അച്ചടക്കത്തിൽ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി പിണറായി വിജയന് മേലെ ഏൽക്കാത്തത്? ഇപ്പൊ ജ്യോതി ബസുവിന്റെ കാര്യമാണെങ്കിലും എത്ര ടേൺ ഒരാൾക്ക് മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കാൻ പറ്റും? ജ്യോതി ബസ് മാക്സിമം ടേൺ മുഖ്യമന്ത്രി ആയിരുന്നതാണ്. അവസാനം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചപ്പോൾ പാർട്ടി വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അതിന് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആളാണ് ജ്യോതി ബസു. അതിനുശേഷമാണ് ബുദ്ധദേവ് ദാസ് ഗുപ്ത വരുന്നതും അതിനുശേഷം പിന്നെ സിംഗൂരും നന്ദിഗ്രാമം ഉണ്ടാകുന്നത്. അട്ടിമറിയുടെ ഭാഗമായിട്ട് ബംഗാളിലും അതിനെ തുടർന്ന് മണിക് സർക്കാർ ഒരു മുറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഏറ്റവും പാവപ്പെട്ടവനായ മുഖ്യമന്ത്രിയായിരുന്നു ത്രിപുരയിലെ. അവിടെയാണ് ഇന്ന് അവിടെ മൊത്തം ടോപ്പിൾ ചെയ്തുകൊണ്ട് മറ്റു പല സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ആയുധം മൂലവും അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കുകയൊക്കെയാണ് അവിടെ അധികാരം പിടിച്ചെടുത്തത്. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടവും വേരോടെ പിഴുത് കളഞ്ഞു, നശിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നതൊന്നും ഊറ്റമായിട്ടും നേറ്റമായിട്ടൊന്നും ആരും അവതരിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കെ ജി ശങ്കരപിള്ളയുടെ കവിതയിൽ പറയുന്നത് ബംഗാളിൽ നിന്നുള്ള വാർത്തയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അല്ല, ഇവിടെ പിണറായി വിജയൻ ഈ പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി എന്തുകൊണ്ട് പ്രസക്തമാകുന്നില്ല എന്നുള്ള ഒരു സ്വാഭാവിക സംശയം നമ്മളെപ്പോഴും സാധാരണക്കാരൻ്റെ കണ്ണുകൊണ്ടാണല്ലോ വിവക്ഷിക്കേണ്ടത്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു വികാരമാണ് തെരഞ്ഞെടുപ്പിനെയൊക്കെ അളക്കുന്നത് എന്നുള്ളത്. സാധാരണക്കാർക്കും ഉണ്ടാകുമല്ലോ ഇത്തരം വികാരങ്ങളൊക്കെ. തീർച്ചയായിട്ടും പാർട്ടി മെമ്പർമാരുടെ വികാരങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ സാധാരണക്കാരുടെ വികാരത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. വികാരത്തിന്റെ പേരിലല്ലല്ലോ പല തീരുമാനങ്ങളും എടുക്കുന്നത്. നമ്മൾ യുക്തിപരമായിട്ടാണല്ലോ തീരുമാനം എടുക്കുന്ന ആളുകളാണല്ലോ. വികാരത്തിന്റെ തള്ളിച്ചയിൽ ഫ്ലക്സ് വെച്ച് ആർമി ഉണ്ടാക്കിയും അല്ലെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയല്ലോ. പാർട്ടി അണികളുടെ വികാരം, ഒപ്പം ഈ ന്യായീകരണ തൊഴിലാളികളുടെ വികാരം, അതൊക്കെ എവിടെയാണ് കൂടുതൽ പ്രായോഗികമാകുന്നത്? അത്തരത്തിൽ വികാരങ്ങളെയൊക്കെ നമുക്ക് മാറ്റിമറിച്ച് സൗകര്യപ്രദമായി വിനിയോഗിക്കാമെന്നുള്ളതാണ്.